ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആവോലി ഫിഷ് ഫ്രൈ ആണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ വാഴയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് ഈ മീൻ രണ്ട് വശവും നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ ഈ മീനിൻ്റെ തലയും കണ്ണൊന്നും കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തലയോ കണ്ണ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ വരഞ്ഞെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എല്ലാ ഭാഗവും നല്ലപോലെ വരഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മീനിന് വേണ്ട അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അടുത്തായി 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണോട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. കണ്ടോ നല്ലപോലെ ക്രഷായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ മതി. ഇനി നമുക്ക് മീനിലേക്ക് തേക്കാനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാത്തിൻ്റെയും നടുവിലൂടെ നമുക്കൊരു ചെറിയൊരു കുഴി എടുക്കാം. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീര് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. അത് നമുക്കിതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ലൂസായിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു പരുവം വരുന്നവർക്ക് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മസാല നമുക്ക് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മസാല കൊണ്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ഇതുപോലുള്ള ഒരുപാട് ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ. കണ്ടോ മസാലയെല്ലാം നമ്മുടെ ഈ മീനിലെ എല്ലാ ഭാഗത്തുനിന്നും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഏകദേശം 1 മണിക്കൂറിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂട എണ്ണയിലേക്ക് 3 കറിവേപ്പില തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂണും കൊണ്ട് വെളിച്ചെണ്ണയല്ല ഞാൻ മീനിൻ്റെ മേലെ കൂടെ ഇങ്ങനെയൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വലിയ മീനായതുകൊണ്ട് എണ്ണ എല്ലാ ഭാഗത്തുനിന്ന് എത്തിവരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു ഭാഗം നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കേട്ടോ ഒരു ഭാഗം നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും സ്പൂൺ കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയൊന്നും അങ്ങനെ മേൽക്കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആവോലി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്